സർവശക്തനായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇണക്കം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാകുന്ന സന്തോഷമാണ്, ഒരുമിച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന അമിതമായ ആഹ്ലാദമാണ്, നിലവിലുള്ള മനസ്സിൻ്റെ സ്വസ്ഥത വർദ്ധിക്കലാണ്. സ്വസ്ഥത വർദ്ധിപ്പിക്കാനാണ് കുടുംബജീവിതം, സമാധാനം ലഭിക്കാനാണ് കുടുംബജീവിതം, ഹൃദ്യതയും ഊഷ്മളതയും നിലവിൽ കടന്നു വരാനാണ് കുടുംബജീവിതം. അല്ലെങ്കിൽ പിന്നെ എന്തിനു കുടുംബമായി ജീവിക്കണം? അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹത്വവും നന്മയും നാം ആയിട്ട് നമ്മുടെ അറിവുകേട് കൊണ്ട് കളഞ്ഞു കുളിക്കുന്നു. കഴിവതും നിങ്ങൾ ഇസ്തിഖാമ പോലുള്ള ക്ലാസ്സുകളിലും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലും ഇസ്ലാമിൻ്റെ പാഠശാലകളിലും ഇതേപോലുള്ള ക്യാമ്പുകളിലും ജുമുഅകളിലും കുടുംബസമേതം പങ്കെടുക്കുക. ഇത് ഒരാൾ കേൾക്കും, ബാക്കിയുള്ളവരൊന്നും കേൾക്കൂല. അങ്ങനെ വരരുത്. നിങ്ങൾ കുടുംബസമേതം ദീന് പഠിക്കാൻ വേണ്ടി 168 മണിക്കൂറിൽ ഒരാഴ്ച, അതിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ ദീൻ പഠിക്കാൻ വേണ്ടി നീക്കിവെക്കുക. ഇതേപോലുള്ള പഠന സംരംഭങ്ങളിൽ നീക്കിവെച്ചവരാണ് ഇവിടെ വന്നതിൽ പകുതിയിലേറെയുമെന്ന് എനിക്കറിയാം. നല്ല ഒരു കാര്യം, അങ്ങനെ ദീന് ശരിക്കും ഒരുമിച്ചിരുന്ന് പഠിക്കണം. ഇനിയും ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വിട്ടുപോയിട്ടുമുണ്ട്, കരുതിക്കൂട്ടിയാണ് മാതാവും പിതാവും. അത് ഒറ്റ വാക്കിൽ ഞാൻ നേരത്തെ ചുരുക്കി. സ്വന്തം പിതാവ് നമ്മെ പോറ്റി വളർത്തിയവനാണെന്നറിയണം. സ്വന്തം മാതാവ് നൊന്തു പ്രസവിച്ച് പ്രയാസത്തിനുമേൽ പ്രയാസത്തോടു കൂടി വളർത്തിയതാണെന്നറിയണം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്ന കൽപ്പനയോടൊപ്പം വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഏറ്റവും വലിയ കുറ്റം എന്താ? അക്ബറുൽ കബായിർ, റബ്ബിൽ പങ്കുചേർക്കലാണ്. അത് കഴിഞ്ഞാൽ മാതാപിതാക്കളെ ദ്രോഹിക്കലാണ്. ഉഖൂഖുൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ കഷ്ടപ്പെടുത്തലാണ്. അല്ലെങ്കിൽ ഉഖൂഖുൽ വാലിദൈൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അറിയാമോ നിങ്ങൾക്ക്, നമ്മുടെ പിതാക്കളെ ശാസിക്കാൻ നമുക്ക് അധികാരമില്ല, നമ്മുടെ ഉമ്മമാരെ പഴി പറയാൻ നമുക്ക് അധികാരമില്ല. നമ്മെ ശാസിക്കാൻ അവർക്കാണ് അധികാരം. നമ്മളൊരു പക്ഷേ മുതിർന്നിട്ടുണ്ടാകാം, ശമ്പളം വാങ്ങുന്ന തൊഴിലുണ്ടാകാം, ബിസിനസ്സുകൾ ഉണ്ടാകാം, വരുമാനമുണ്ടാകാം. നമ്മുടെ ആശ്രയത്തിലാവാം നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിക്കുന്നത്. അത് അവരെ വഴക്ക് പറയാനും അവരിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്തത് കണ്ടാൽ ശകാരിക്കാനുമുള്ള ഒരു ലൈസൻസ് അല്ല. മാതാപിതാക്കളെ ശാസിക്കാനും ശകാരിക്കാനുമുള്ള അനുവാദം ഇവിടെ ഒരു മകനും കൊടുത്തിട്ടില്ല. അറിയാമോ നിങ്ങൾക്ക്, ഉമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് പിതാവിനെ വിഷമിപ്പിച്ചുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകുമെന്നോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നോ ആരും കരുതേണ്ടതില്ല. ശിർക്ക് കഴിഞ്ഞാൽ തൊട്ടുടനെ ഏറ്റവും വലിയ പാപം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. മനസ്സിൽ വെച്ചോളൂ, ഉമ്മമാരോട് ഭൃത്യന്മാരോട് പെരുമാറുന്നതിനേക്കാൾ മോശമായി പെരുമാറുന്നവർ. സൂറത്തുൽ ഇസ്രാ അടക്കമുള്ള ആയത്തുകളിൽ വന്ന വിഷയങ്ങൾ പഠിക്കണം. അവരോട് കയർത്ത് സംസാരിക്കരുത്, മാന്യമായി സംസാരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ മാതാപിതാക്കളോട് കൂടിയാലോചിച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കണം. പലപ്പോഴും നമ്മൾ പറയും, എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്, അമ്മായിമ്മ മരുമകൾ പോര്. കാരണം എന്തെന്ന് പഠിക്കണം. അമ്മായിമാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല. എൻ്റെ ഭാര്യ മനസ്സിലാക്കണം, എൻ്റെ ഉമ്മയെ അവൾ നന്നായി പരിപാലിക്കേണ്ടതുണ്ട്. ഞാൻ അയാളുടെ വീട്ടിലെത്തി, അയാൾക്ക് 2, 3, 4 മക്കളെ ഞാൻ പ്രസവിച്ചു കൊടുത്തു. ഇനി അയാൾ എന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനിയും ഉമ്മയുടെ പിറകെ തന്നെയാണ് അല്ല നടക്കേണ്ടത് എന്ന ഒരു നിലവാരത്തിൽ ഉമ്മയെ സംബന്ധിച്ചും ഭർത്താവിനെ സംബന്ധിച്ചും ഒരു ഭാര്യ തെറ്റായി മനസ്സിലാക്കിയാൽ അമ്മായിമ്മ പോര് ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോരിന്റെ കാരണം കണ്ടെത്തണം. ഭാര്യയോട് ചേർന്നിരിക്കാൻ വേണ്ടി ഉമ്മയെ പഴി പറയുകയും ശാസിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് അതപ്പതിച്ചു പോകരുത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മറപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞു. ആരോട്? ഇസ്മായിൽ അലൈഹിസ്സലാമിനോട്. ഉമ്മറപ്പടി മാറ്റിവെക്കാൻ. ഭാര്യയുടെ പെരുമാറ്റം ശരിയല്ല എന്ന് മനസ്സിലായി പിതാവായി ഇബ്രാഹിം. ഭാര്യമാർ പോകട്ടെ, വേറെ ഭാര്യമാരെ ലഭിക്കും. ഉമ്മമാരെ വേറെ കിട്ടില്ല, പിതാക്കന്മാരെ വേറെ കിട്ടില്ല. ഭാര്യമാരോട് വല്ല വെറുപ്പുമുണ്ടായിട്ടോ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ല ഞാനിത് പറഞ്ഞത് എന്ന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാ, ഭർത്താവിന് ഒന്നാമത്തെ ബാധ്യത അദ്ദേഹത്തിന്റെ ഉമ്മയോടാണ് എന്ന് ഭാര്യമാർ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്മായിമ്മ മരുമകൾ പോരുകൾ അവസാനിക്കും. ഒന്നാമത്തെ കാരണം മരുമകളാണ്, രണ്ടാമത്തെ കാരണമേ അമ്മായിമ്മയാകുന്നുള്ളൂ. അത് അനുഭവമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും അവർ വാർദ്ധക്യത്തിലെത്തിയാൽ വൃദ്ധസദനങ്ങൾ പോലും ധാരാളമായി പൊങ്ങിമുളച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള വേവലാതിയാണ്. വൃദ്ധദിനം ആചരിച്ചിട്ട് വേണം വൃദ്ധരായ മാതാപിതാക്കൾ പരിഹരിക്കപ്പെടേണ്ടത് എന്ന ചിന്തയാണ്. ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. മാതാപിതാക്കളെ ശുശ്രൂഷിച്ചും അവരെ പരിഗണിച്ചും അവരെ ആദരിച്ചും അവരെ അനുസരിച്ചും ഇസ്ലാമികേതരമല്ലാത്ത ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത വിഷയങ്ങളിൽ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ടും കൃത്യമായി ഹൃദ്യമായ ഇണക്കത്തോടുകൂടി ജീവിതം നയിക്കണം. സർവശക്തനായ അള്ളാഹു അതിന് തക്കവണ്ണം നമ്മുടെ ഹൃദയം തുറന്നു തരുമാറാകട്ടെ. അറിവും തഖ്വയും നമ്മിൽ നിലനിർത്തി തരുമാറാവട്ടെ. ഇന്നോ നാളെയോ നാം ഈ ലോകത്തുനിന്ന് പിരിഞ്ഞുപോയാൽ റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിൽ റബ്ബിനെ സമീപിക്കാൻ മഹാഭാഗ്യം ലഭിക്കുന്ന സച്ചരിതരിൽ സർവശക്തനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരിക്കലും തടുക്കാൻ കഴിയാത്ത
നരകാഗ്നിയിൽ നിന്ന് റബ്ബ് നമ്മുടെ ഈമാനും ഇഖ്ലാസും ഇസ്ലാമിക ജീവിതവും ഇസ്തിഖാമത്തും കാരണമായി നമ്മെ നരകത്തിൽ നിന്ന് കരകയറ്റുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസറിഫൽ ഖുലൂബി സറിഫ് ഖുലൂബനാ അലാ ഇതാഅതിക്. അല്ലാഹുമ്മ ആയിന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من هوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم ورحمة الله.